ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ മണ്ഡലാടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിൽ കോളടിച്ചത് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലാണ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ 130 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിച്ചു. തൊട്ടുപിന്നിൽ പീരുമേട് നിയോജക മണ്ഡലമാണ്. 90 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ദേവികുളത്തിനും ഇടുക്കിക്കും സാമാന്യം ഭേദപ്പെട്ട പരിഗണന ലഭിച്ചപ്പോൾ തൊടുപുഴയിൽ ശുഷ്കമായ പദ്ധതികൾക്ക് മാത്രമാണ് അർഹത ലഭിച്ചത്. ഉടുമ്പൻചോലയിൽ സ്കൂൾ കോളേജ് കെട്ടിടങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ, റോഡുകൾ, ആയുർവേദ മെഡിക്കൽ കോളേജ് കെട്ടിടം തുടങ്ങിയവയ്ക്ക് ഫണ്ട്, നാലുമുക്ക്, ശാന്തൻപാറ, പുളിയമ്മല, പാമ്പാടുംപാറ, മാവടി, സേനാപതി, പഴയവടുതി, പന്നിയാർ എന്നീ സ്കൂളുകൾക്ക് കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപ വീതം. പൂപ്പാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ കെട്ടിട നിർമ്മാണത്തിന് 10 കോടി, ശാന്തൻപാറ, കരുണാപുരം, രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് 2 കോടി, ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജ് 25 കോടി, താന്നിമൂട് തേവാരമെട്ട് റോഡ് 10 കോടി, തൂക്കുപാലം പുഷ്പക്കണ്ടം ആനക്കല്ല് റോഡിന് 10 കോടി, ഇരട്ടയാർ തങ്കമണി റോഡിൽ ഇരട്ടയാർ പാലം 10 കോടി, തൂവൽ ഈട്ടിത്തോപ്പ് റോഡ് 10 കോടി, കൽക്കൂന്തൽ ചേലക്കവല പൊന്നാമല പെരിഞ്ചാക്കുട്ടി റോഡിന് 12 കോടി, രാജകുമാരി സൗത്ത് വിലക്ക് ബി ഡിവിഷൻ പെരിയ കനാൽ റോഡിന് 12 കോടി, NR സിറ്റി കുമ്പപ്പാറ കൊങ്ങിണി സിറ്റി ബൈസൺവാലി റോഡ് 5 കോടി, മുണ്ടിയേരുമ ദേവഗിരി പാമ്പാടുംപാറ റോഡ് 5 കോടി, കടശിക്കടവ് വാഴവീട് കറുവാക്കുളം മേട്ടുക്കുഴി ശാസ്താനട റോഡ് 10 കോടി എന്നിങ്ങനെയാണ് ഉടുമ്പൻചോലയ്ക്ക് ബഡ്ജറ്റിൽ ലഭിച്ചത്. ദേവികുളത്ത് ടൂറിസം വികസനത്തിന് മുൻതൂക്കം നൽകിയ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. മണ്ഡലത്തിൽ ബഡ്ജറ്റ് വിഹിതമായി 90 കോടിയുടെ പദ്ധതികൾ ഉൾപ്പെടുത്തി. പീരുമേട് മണ്ഡലത്തിൽ ബഡ്ജറ്റ് വിഹിതമായി 90 കോടി രൂപയുടെ പദ്ധതികൾ ഉൾപ്പെടുത്തി. വാളാർടി ചെങ്കര സങ്കരഗിരി റോഡ് BMBC നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന് 5 കോടി, മൂഴിക്കൽ തോപ്പിൽക്കടവ് പാലം പുനർനിർമ്മാണം 7 കോടി, ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ചെറുതോണിയിൽ KSRTC ഡിപ്പോ പ്രവർത്തനക്ഷമമാക്കി ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് 2 കോടി, നിയോജക മണ്ഡലത്തിലെ വിവിധ ടൗൺ റോഡുകളുടെ വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനും 4 കോടി, കുട്ടികൾക്ക് കെയർ ഹോം സ്ഥാപിക്കുന്നതിന് 3 കോടിയും അനുവദിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയുടെ ഭാഗമായ കോട്ട റോഡിന്റെ നിർമ്മാണത്തിന് ബഡ്ജറ്റിൽ 20% തുക വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.